വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച സർക്കാർ കേന്ദ്ര വഖഫ് നിയമപ്രകാരമാണ് പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുന്നത്. സമസ്ത വിഭാഗത്തിൽ നിന്നും മുക്കം ഉമർ ഫൈസിയും ബോർഡിലുണ്ട്. നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിനെ തന്നെയാണ് വീണ്ടും ചെയർമാനാക്കിയത്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഈ പുതിയ ബോർഡ് പുനഃസംഘടിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണ്? അതായത് നിലവിലെ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞത് 2024 ഡിസംബറിലാണ്. 2024 ഡിസംബർ 14 നിലവിലെ ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. പക്ഷേ കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും അത് പുനഃസംഘടിപ്പിക്കാതെ സംസ്ഥാന സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായ കാരണം അപ്പോഴേക്കും വഖഫിന്റെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യുകയും ആ കേന്ദ്ര വഖഫ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ തന്നെ ഏറെ വിവാദമൊക്കെ ഉണ്ടായതാണ്. കാരണം രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള നിരവധി ഭേദഗതികളാണ് അതിലുണ്ടായത്. ആ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ തന്നെ നിയമ പോരാട്ടം നടത്തുകയും വിമർശനമൊക്കെ ഉന്നയിക്കുകയും പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടത് എന്ന ഒരു ആശയക്കുഴപ്പം സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നതിൽ പോലും ആശയക്കുഴപ്പം ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ ഇത് അനന്തമായി നീളുന്നൊരു സാഹചര്യത്തിൽ 2024 ഡിസംബറിൽ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ നവംബർ അതിന് തൊട്ട് തലേ മാസം നവംബറിൽ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ബോധ്യപ്പെടുത്തിയത് 4 മാസത്തിനകം ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നായിരുന്നു. അപ്പോൾ കോടതി നിർദ്ദേശം നൽകിയത് അതുവരെ 4 മാസം പുനഃസംഘടിപ്പിക്കുന്നത് വരെ നിലവിലെ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു. പക്ഷേ നിലവിലെ ഭരണസമിതി 1 വർഷം വരെ തുടരുകയായിരുന്നു. അതിനുശേഷം ഇതുവരെയും പുതിയ ഒരു ഭേദഗതി ചെയ്യാത്തതും പുനഃസംഘടന നടത്താത്തതിനെതിരെ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ജനുവരിയിലാണ് വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിക്കുക. അതിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഫെബ്രുവരി 5-നകം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം സർക്കാരിന് നൽകി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ പുനഃസംഘടിപ്പിച്ച ഉത്തരവിൽ വഖഫ് ബോർഡ് ചെയർമാനായി പഴയ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന ഡോക്ടർ MK സക്കീറിനെ തന്നെയാണ് ചെയർമാനാക്കി. ഇപ്പോഴും ഈ MK സക്കീർ എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ PSC ചെയർമാനായിരുന്നു. അദ്ദേഹത്തെ തന്നെയാണ് വീണ്ടും ചെയർമാനായി നിലനിർത്തിയിരിക്കുന്നത്. ഇതിൽ പുതിയ അംഗങ്ങൾ 9 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സമസ്ത മുഷവറ അംഗമായിരിക്കുന്ന മുക്കം ഫൈസർ അദ്ദേഹമാണ്. അദ്ദേഹം നമുക്കറിയാം CPM-മായി ഏറ്റവും അധികം തന്നെ ഉമർ ഫൈസി CPM-മായി ഏറ്റവും അധികം അടുപ്പമുള്ള മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള സമസ്ത മുഷവറ അംഗമാണ് ഉമർ ഫൈസി മുക്കത്തെ അംഗമാക്കിയാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇതൊരു പക്ഷേ മുസ്ലിം ലീഗിനെ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു തീരുമാനമെന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം. കാരണം സമസ്തയുമായി എപ്പോഴും ലീഗും സമസ്തയുമായി തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ലീഗിനെതിരെ പരസ്യമായ പല പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുള്ള ആളാണ് ഈ ഉമർ ഫൈസി മുക്കം. അപ്പോൾ ഈ സമസ്ത വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ ആ അംഗമായി സമസ്ത മുഷവറ അംഗമായിരിക്കുന്ന ഉമർ ഫൈസിയെ കൂടി ഉൾപ്പെടുത്തി എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെയും റഹീമിനെയും അതിൽ അംഗമാക്കിയിട്ടുണ്ട്. കുഞ്ഞുകുട്ടി മാസ്റ്ററിനെ അതിൻ്റെ അകത്ത് അംഗമാക്കിയിട്ടുണ്ട്. അങ്ങനെ 9 പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാർ. ഏറ്റവും ഇതിൽ ശ്രദ്ധേയമാകുന്നത് അമുസ്ലിങ്ങളായ 2 പേരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിലിപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഈ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളെ അത് എങ്ങനെ അതായത് ന്യൂനപക്ഷങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു അപ്രീതിക്ക് പാത്രമാകുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും സർക്കാരിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന വേളയിൽ കേന്ദ്ര വഖഫ് ഭേദഗതി അനുസരിച്ചല്ലാതെ സർക്കാരിന് ഒരു നീക്കം നടത്താനും സാധ്യമല്ല നിയമപരമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വാണിംഗ് അന്ത്യശാസനം ഉള്ളത് കൊണ്ടാണ് ഫെബ്രുവരി 5-നകം പുതിയ പുനഃസംഘടിപ്പിച്ച് മതിയാകുമെന്ന അന്ത്യശാസനം ഉള്ളത് കൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ അപ്പോഴും മുസ്ലിങ്ങളായ 2 പേരുടെ പാനൽ ഇപ്പോഴും ആയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ ഒഴിച്ചു തന്നെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആശയക്കുഴപ്പം തുടർന്ന് എത്രയും വേഗം അത് അംഗങ്ങൾ ഉൾപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ അത് കൃത്യമായ പ്രാബല്യത്തിൽ വരികയും സാധ്യമാവുകയുള്ളൂ. എന്തായാലും അതിൽ ആരെ ഉൾപ്പെടുത്തുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്ന വേളയിൽ നിരവധി ചോദ്യങ്ങളെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും സർക്കാർ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും കൂടി മാത്രമേ ആ 2 പോസ്റ്റുകൾ അംഗങ്ങളെ നിയമിക്കുകയുള്ളൂ സർക്കാർ.